എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോള്. PCM എത്ര നീ സ്കോർ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എന്ന് ഉത്തരം. എന്തുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്ക് എഞ്ചിനീയറിംഗിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് ഈ കുട്ടികൾ അറിയാതെ പോകുന്നത്? അതുപോലെ കീം എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം നമുക്കുണ്ട് എന്നും പലരും അറിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ച് നേരത്തെ തന്നെ പ്ലാനിങ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതല്ലാതെ എല്ലാവരും എവിടേക്കോ പോയി അഡ്മിഷൻ എടുക്കുന്നു, ഞാനും പോയി അഡ്മിഷൻ എടുക്കുന്നു എന്ന രീതിയിൽ പോകുന്നവരും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പൊ പറയാനുള്ളത് അധ്യാപകരോടാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്, മുൻപത്തെ അപേക്ഷിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിലും 9ലും 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ എപ്പോഴെങ്കിലും മാസത്തിൽ പോട്ടെ 2 മാസം കൂടുമ്പോൾ ഒരു 10 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് പുതിയ കോഴ്സുകളെ കുറിച്ച്, അതിനെടുക്കേണ്ട സ്ട്രീമുകളെ കുറിച്ച്, അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച്, അറ്റ് ദി സെയിം ടൈം അതിന്റെ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കേണ്ടതായിട്ട് വരില്ല. ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്ത് വേണം, അയ്യോ ഞാൻ ഇനി ഏത് കോഴ്സ് പഠിക്കും എന്ന് വിചാരിച്ച് നിൽക്കേണ്ടതായിട്ട് വരില്ല. എല്ലാ പാരൻസിനും ഒരു പക്ഷേ എല്ലാ കോഴ്സുകളെ കുറിച്ചും അറിയണം എന്ന് നിർബന്ധമില്ല. വീണ്ടും 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 പല വീഡിയോസിലായിട്ട് ഒത്തിരി ആളുകൾ പറഞ്ഞിടുന്നുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. മെഡിക്കൽ ഫീൽഡിലേക്കോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർ സയൻസ് തന്നെ എടുത്ത് പഠിക്കണം. അങ്ങനെയല്ലാതെ ഏത് സ്ട്രീം എടുത്താലും എഴുതാവുന്ന എൻട്രൻസുകളുണ്ട്. പക്ഷെ ഇത്തരം മേഖലയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നവര് സയൻസ് തന്നെ എടുത്ത് പഠിക്കണം. അപ്പൊ എന്നെ കേൾക്കുന്ന അധ്യാപകര് ദയവ് ചെയ്ത് ഇതൊരു എന്താ പറയാ, ഞാനും ഒരു അധ്യാപികയാണ്. അപ്പൊ ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് അവരുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് എപ്പോഴെങ്കിലൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് സംസാരിക്കാനായിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കൂ. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.